എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അല്ലേ? പുതിയൊരു വീട്ടിൽ നമ്മൾ സ്വാഗതം ചെയ്യുന്നില്ല, അത്രേ ഉള്ളൂ ഗൈസ്. ഇന്ന് ലൈറ്റ് നമുക്ക് തലവരുന്നതല്ലേ ഗൈസ്. ഇന്ന് എക്സ്പ്ലോറിങ് കന്യാകുമാരിയാണ് ഗൈസ്. ഗൈസ് ഇവിടെ നമ്മൾ വന്നിട്ടാ, നമ്മളെ റൂം അപ്പുറത്തും അവിടെ ഇവിടെ ലിഫ്റ്റ് ഉണ്ട് ഗൈസ്. ഇന്ന് എക്സ്പ്ലോറിങ് കന്യാകുമാരിയാണ് ഗൈസ്. വീഡിയോ ഇപ്പം തന്നെ ലൈക്ക് അടിക്കുക, തുറന്ന് ഷെയർ ചെയ്യുക, തുറന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. ഇന്നലത്തെ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാകും. നമ്മൾ ഇന്നലെ കന്യാകുമാരി എത്തിനായിരുന്നു രാത്രി 9 മണിക്ക് ഗൈസ്. ഇന്ന് രാവിലെ 5:30, രാവിലെ 6 മണിയായി ഗൈസ്. നമ്മളിവിടെ പോലെ എല്ലാം അടുത്തു. ഉദയം കാണാൻ ഗൈസ്, നല്ല കാറ്റ്. എൻ്റെ എവിടെ നിന്നാണ് ഇങ്ങനെ കാറ്റ് ഗൈസ്? നമ്മളുണ്ടല്ലോ ഉദയം കാണാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കന്യാകുമാരിയിലേക്ക് പോകുന്നു. ഉദയം കാണാൻ പറ്റുമോ എന്നറിയില്ല, എന്ന് വെച്ചാൽ ചെറുതായിട്ട് വെളിച്ചം വന്ന് തുടങ്ങി. പിന്നെ സൂര്യൻ എല്ലാം ഉദിച്ചോന്നും പറയാൻ കഴിയില്ല ഗൈസ്. ഗൈസ് നമുക്ക് നേരെ കന്യാകുമാരി അല്ല, നടക്കേണ്ട ദൂരമേ ഉള്ളൂ. നമ്മൾ കന്യാകുമാരി തന്നെ ഉള്ളത്, ഒന്ന് അടുത്തേക്ക് നടക്കേണ്ട ദൂരമേ ഉള്ളൂ. ഗൈസ് നടന്ന് കുറച്ചങ്ങോട്ട് എത്തിട്ട് അധികം ക്ലിപ്പ് എടുക്കുന്നില്ല കേട്ടോ, നടന്നുകൊണ്ട് പോറാം ഗൈസ്. അവരയിലേക്ക് കയറുന്നുണ്ട് കേട്ടോ. തിരുവനന്തപുരം രൂപയുണ്ടോ, ഞാനും തായലോട്ടാ സ്റ്റെപ്പ് ഇറങ്ങി പോകും ഗൈസ്. നമ്മൾ വ്യായാമത്തിലാണ് ഗൈസ്, പിന്നെ ഹെൽത്ത് നോക്കുന്നതുകൊണ്ട് മാത്രം നമ്മളങ്ങനെ ചെയ്യുന്നു. ഗൈസ് ശിവരന്ത ഞാൻ നടക്കാൻ നോക്കട്ടെ ഗൈസ്. നമ്മൾ നേരത്തെ ഇവിടെ എത്തി, ഞാൻ വരും, പക്ഷെ അവർ ഇനിയും വന്നില്ല ഗൈസ്. വന്നില്ല. ഇപ്പം ഗ്രൗണ്ട് എത്തും ഗ്രൗണ്ട് എത്തി ഗൈസ്. ഇവരൊന്ന് ഗൈസ് ഇപ്പം തന്നെ വെളിച്ചം വന്ന് നോക്കറാ ഗൈസ്. നമ്മൾ ഹോട്ടൽ ശ്രീദേവിയിലോട്ടോ സ്റ്റേ അടിച്ച്. എൻ്റെ ഒരു അഭിപ്രായം വെച്ച് നോക്കുമ്പോൾ മിക്കവാറും ഉദയം ആവാറായിട്ടുണ്ടോ. വേ നടക്ക്, ഞാൻ വേ എത്താൻ പറ്റൂ. എത്ര കിലോമീറ്റർ ഉണ്ട്? 2.5 മീറ്ററേ ഉള്ളൂ, കിലോമീറ്റർ ഒന്നുമില്ല. 300 മീറ്റർ ആയിട്ടേ ഉള്ളൂ ഗൈസ്. തമിഴ്നാടായതുകൊണ്ട് എന്തെല്ലോ ആണ് ഗൈസ് നിലത്ത്. അതെല്ലാം ശ്രദ്ധിച്ചിട്ട് വേണം നടക്കാൻ വേണ്ടിയിട്ട്, അല്ല പിന്നെ അത് ചവിട്ടി ഉറപ്പ് ഗൈസ്. ഇവിടെ തമിഴ്നാട്ടിൽ പുറത്തേന്ന് പറയാം, രാവിലെ ആകുമ്പോൾ തന്നെ കച്ചവട സംഘം ഇറങ്ങും. കച്ചവട സംഘം ഇറങ്ങിയിട്ട് ഇവിടെ തന്നെ കുത്തിയിരിക്കലോ, എന്താണറിയില്ല. ജയഗുരു ഉണ്ട്, ഞാൻ കണ്ടില്ല. അതാ കണ്ടില്ല ഗൈസ്. നേരെ കാണുന്നാന്ന് തോന്നുന്നു കേട്ടോ, സൂര്യോദയത്തിൻ്റെ നേർക്ക് അറിയില്ല. എന്തായാലും ആവാറായി. ആടെത്തുമ്പോഴത്തേക്ക് ഉദിക്കുവാമോ ഗൈസ്? കുറച്ചേ ഉള്ളൂ എന്നാണ് പറഞ്ഞത്, പക്ഷെ കുറച്ച് ടൈമായി നമ്മൾ നടക്കാൻ തുടങ്ങിയിട്ട് ഗൈസ്. നേരെ നോക്കിയാൽ സ്കൈ നല്ല വൃത്തി കാണാൻ പറ്റും, പക്ഷെ അവിടെ നിന്നാണ് ഉദയം എന്നറിയില്ല, ഏത് ഭാഗത്തുനിന്ന് അറിയില്ല. അല്ല പിന്നെ ആടെ നോക്കി ഗൈസ്. ഞാൻ പറഞ്ഞ് നിങ്ങൾ കേൾക്കുന്നുണ്ടെന്ന് അറിയില്ല, ഫുൾ ഒച്ചപ്പാടല്ലായി ഗൈസ്. അവിടെ 6 മണിയാകുമ്പോഴത്തേക്കാണ് ഒച്ചപ്പാടായി. നമ്മളെ നാട്ടിലെല്ലാം 6 മണി ആയാലും അടച്ചു കൂട്ടിയാൽ മതിയാണ്. ഇവിടെ 6 മണി ആയാൽ തന്നെ എല്ലാം തുടങ്ങി മൊത്തത്തിൽ. തമിഴ്നാട്, കേരളമല്ല തമിഴ്നാട്. ബാബാ കടക്ക് ഗൈസ്. വണ്ടി വരുന്നില്ല, ആ ടൈം നോക്കി കിടന്നു. നാളെ തിരക്കുണ്ട് കേട്ടോ, വിചാരിച്ച മാതിരല്ല, അത് തിരക്കുണ്ട് ഗൈസ്. അങ്ങൊരു സ്റ്റാച്ചു ഉണ്ട് ഗൈസ്. ഇതെല്ലാം ഞാൻ കാണിച്ചു തരും. കന്യാകുമാരി എക്സ്പ്ലോറാ ഗൈസ്. ഇന്ന് അതെല്ലാം കാണിച്ചു തരും, എല്ലാം കാണിച്ചു തരും, മൊത്തം എല്ലാം കാണിച്ചു തരും ഗൈസ്. ബീച്ച് എങ്ക ബീച്ച് ഇരിക്കുന്ന ரொம்ப സൂപ്പറാக இருக்குது. ഓക്കെ ഗൈസ്, അടിപൊളി ബീച്ച് ഇട്ടാ ഗൈസ്. ഇവിടെ ഉദയം കാണാൻ പറ്റുക ഗൈസ്. എനിക്ക് ദോഷം പിടിച്ചിട്ടാണ് ഒരുമാതിരി ആയിട്ടാവുള്ളേ ഗൈസ്. കടൽ കണ്ടു
സ്ട്രീറ്റിൽ മൊത്തം നായിക്കണം. നായി എന്നെണ്ണ വാങ്ങുക. കൈ നോക്കുന്ന ഗൈസ് ഇവിടെ ഇങ്ങനെ തട്ടുകട പോലത്തെ മിൽമേൻ്റെ വല്ലതും ഉണ്ട് കേട്ടോ. കുറേ ഉണ്ട് ഗൈസ്. ഇതൊരു നല്ലൊരു കാര്യം കേട്ടോ. ഈ എന്തായാലും ഇങ്ങനെ വേണം നോക്കണം. ഗസ് ബീച്ച് മക്കളെല്ലാം വഴി വീടാ. ഇതാണ് കടല്. ത്രിവേണി സംഗമം. ബീച്ചിന് വരുന്ന ബീച്ച് ഇത് അറേബ്യൻ അല്ലേ? ത്രിവേണി സംഗമം അല്ല, ഇത് അറേബ്യൻ ബീച്ച് അല്ലേ? അറേബ്യൻ അല്ല, അറേബ്യനും പിന്നെ ബംഗാളും കൂടി യോജിക്കുന്നതാണ്. ഓ അതെ, ഇത് അറേബ്യൻ മാത്രമാണ്. ഇതേ നേരത്തെ കാണിച്ച സ്റ്റാച്യു നൈസായിട്ടുണ്ടല്ലേ. ഒരു രക്ഷയിലായി. ഇവിടെ കുറേ ഇങ്ങനത്തെ ഓരോരോ ടെമ്പിൾ മാതിരി ഉണ്ട്. കാരണം അവിടെ ഇവിടെ എല്ലാം നമുക്ക് നോക്കാം. എനക്കൊന്ന് ഇതാണെന്ന് തോന്നുന്നത് വിവേകാനന്ദ പാറ. എനിക്കറിയില്ല, എനിക്ക് ഐഡിയ ഇല്ല. ഞാൻ പറഞ്ഞതിൽ ഞാൻ തെറ്റുണ്ട, ക്ഷമിക്കാം. അറ്റൻഡൻസ് ആണ് കേട്ടോ. വിവേകാനന്ദ പാറ അല്ലേ? ഇത് ഞാൻ ചില ഇതിനെല്ലാം കണ്ടിട്ടുണ്ടല്ലോ വീഡിയോയിൽ. ഗൈസ് സൂര്യോദയം കാണേണ്ട തിരക്കാട്ടാ. നമ്മളെ നാട്ടിലെല്ലാം ബിരിയാണി കൊടുക്കുന്ന പറയുമ്പോൾ കിട്ടുന്നുണ്ട് തിരക്കായത്. ഗൈസ് നമുക്ക് ആ സ്റ്റാച്ചു ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഏതാ സ്റ്റാച്ചു? നമ്മൾ മൂന്നാളും താഴേക്ക് പോയി. മേലെ ഒന്നും അധികം ഒന്നും കാണൂല. താഴെ പോയിട്ട് കാണാൻ വിചാരിച്ചു. നൈസ് അടിപൊളിയെ. ബീച്ചെല്ലാം അടുത്ത് കാണാൻ പറ്റുന്ന അവസരം. സൂര്യോദയം കാണേണ്ട തിരക്കാം. നോക്കണം. கீழே போட்டாருங்க மண்ணு. സൂര്യൻ വരുന്നുണ്ട്. പൂഴി മേത്തെ കയറി നോക്കണം. മേലെ
വരും. ഗൈസ് വന്ന് 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 സൂര്യൻ വന്ന് സൂര്യൻ വന്ന് സൂര്യൻ വന്നായി ആഘോഷിക്കും. സൂര്യൻ വന്ന് നല്ല തിരക്കാ. ഇവിടെ അമ്പലം ഉണ്ട് കേട്ടോ. അമ്പലം അമ്പലം നമ്മളെ അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണം. നമ്മൾ ആടെ ക്യൂ നിന്നിട്ട് ലാസ്റ്റ് ടിക്കറ്റ് കിട്ടിയില്ല. ടിക്കറ്റ് എടുത്ത് ഇപ്പം തന്നെ കയറേണ്ടി വരുമ്പോൾ ബാക്കി എല്ലാവരും റൂമിലാണ് ഉള്ളത്. അതാ സംഭവം. ഇപ്പം നമ്മൾ പെട്ട് ഗൈസ് റൂമിലൊക്കെ നടന്നു പോയിക്കൊണ്ട് 6:13 തൊട്ട് നിൽക്കാൻ തുടങ്ങിയത്. ഇപ്പം സമയത്ത് 8 മണിയില്ലേ ഗൈസ്. ഇവിടെ ഉത്തരവാദിത്തമില്ല, ആർക്കും ഉത്തരവാദിത്തമില്ല. കാര്യം പറയാല ഗൈസ്. നമ്മൾ ആദ്യം റൂമിലേക്ക് നടന്നു പോവുക. ഇനിയിപ്പോൾ കുറേ കഴിഞ്ഞാണ് ഇതെന്ത് പരിപാടിയാ ഗൈസ്. അത്ര ശരിയല്ല കേട്ടാ, ഇത് മാറ്റണം ഗൈസ്. ഡ്രസ്സൊക്കെ മാറ്റി ഇനിയിപ്പോൾ നേരെ ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് പോയത് ഗൈസ്. ഇന്ന് വീഡിയോ അപ്ലോഡ് ചെയ്യാനുണ്ട് ഗൈസ്. നമ്മുടെ റോഡ് ട്രിപ്പ് ടു കന്യാകുമാരി പാർട്ട് 2 അത് അപ്ലോഡ് ചെയ്യാൻ പോയത് ഗൈസ്. ഓക്കെ അപ്ലോഡ് ചെയ്തിട്ട് ഗൈസ് സ്റ്റിൽ റൂമിൽ തന്നെ, പുറത്ത് പോയില്ല. അങ്ങനത്തെ ഒരവസ്ഥ ആർക്കും വരാൻ പാടില്ല. ടിക്കറ്റ് എടുക്കാൻ വേണ്ടി അങ്ങോട്ട് പോയിട്ട് ലാസ്റ്റ് ടിക്കറ്റ് കിട്ടില്ല എന്ന് പറയുമ്പോൾ ആ ഒരു ഇതുണ്ടല്ലോ ഗൈസ്. 6:45 പോയി നിന്നിട്ട് 8 മണിക്കാ നമ്മളെ കൂടി തിരിച്ചു വന്നത്. എനിക്ക് 8 മണി നേരത്തെ പറയുന്നത് ടിക്കറ്റ് കിട്ടൂല. എന്താ ഗൈസ് ഒരു ഉത്തരവാദിത്തമില്ലാണ്ട് പിന്നെ ആദ്യമേ ആടുന്ന് പറയുക. ആരും പറഞ്ഞില്ല ഗൈസ്. ഇപ്പം നമ്മളെല്ലാവരും ഒന്നും കൂടി അങ്ങോട്ട് പോകാൻ നോക്കുക. ഡ്രസ്സൊക്കെ ഗൈസ്. നേരത്തെ നമുക്ക് അങ്ങനെ പറ്റി, പക്ഷേ ഈ പ്രാവശ്യം നമുക്ക് അങ്ങനെ പറ്റില്ല. നമ്മൾ ഇന്ന് കയറിയിരിക്കും ഗൈസ്, ഉറപ്പ്. എല്ലാവരും ഉണ്ട് റൂമിലെല്ലാവരെയും കൂട്ടിയിട്ട് വന്നു ഗൈസ്. ഭയങ്കര വെയിലിട്ടാ. സമയം ഏതാണ്ട് ആയതുകൊണ്ട് നല്ല വെയിലുണ്ട്. 11:26 ഗൈസ്. ഭയങ്കര വെയിലാണ്. ആകെ ജലദോഷമുണ്ട്. അതിൻ്റെ വേറെ അയ്യോ വേണ്ട ഗൈസ്. ഭയങ്കര തിരക്ക്, മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. ജനത്തിരക്ക് ബാക്കിലേ വരുന്നുണ്ടോ? ഓ മാൻ ഫുൾ തിരക്കാം. എപ്പോൾ നമ്മളങ്ങ് ഒരു വിവേകാനന്ദ പറയുമ്പോൾ നമ്മുടെ കേസ് ബോട്ട് കിട്ടുന്നില്ല. ബോട്ട് എപ്പോൾ കിട്ടുമെന്നും അറിയില്ല. എല്ലാവരും മടുപ്പിച്ച് ഗൈസ്. ടിക്കറ്റ് കിട്ടി. 800 കിട്ടി ഗൈസ് ടിക്കറ്റ്. 900 രൂപ ഗൈസ്. ബോട്ടിലേക്ക് ഈ ഇടയിലൂടെ കാണാനുണ്ട് ഗൈസ്. കാണുന്നുണ്ട്. അതിൻ്റെ ക്യാമറയിൽ വ്യക്തമല്ല ഗൈസ്. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ബീച്ച് കാണുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഗൈസ് ദേ കാണുന്ന ബീച്ച്. ഗൈസ് അങ്ങനെ നമ്മൾ കടൽ അടുത്ത് കാണാൻ തുടങ്ങി ഗൈസ്. എത്ര ക്യൂ ഉണ്ട് നോക്കണം. അങ്ങോട്ടും ക്യൂ. എപ്പോൾ അങ്ങ് എത്താനാമോ
ഗൈസ് അങ്ങനെ ഒരു ബോട്ട് തിരിച്ചു വരുന്ന ഒരു സീൻ ഇതാ. ഗൈസ് അങ്ങനെ ഒരു ബോട്ട് ഇങ്ങോട്ടേക്ക് തിരിച്ചു വരുന്നുണ്ട്. ഗൈസ് അനക്കൊന്ന് ആ ബോട്ടിലായിരിക്കും നമ്മൾ പോകേണ്ടി. വേറൊരു ബോട്ട് അങ്ങോട്ട് പോകുന്നുണ്ട്. ഗൈസ് ബീച്ച്. കൈസ അത് ഇതാന്നിട്ടാ ഗ്ലാസ് അല്ലേ? കൈസ ഗ്ലാസ് ബ്രിഡ്ജാ. അതിലോട്ട് നടക്കാൻ പറ്റി നോക്കണം. അതിനകത്ത് ആളുണ്ടല്ലേ, ഇതെല്ലാം ആൾക്കാരുണ്ടല്ലോ. ഫൈനലി നമ്മൾ എത്തി. ചൂട് വെയില്. ഗൈസ് ഇതാട്ടോ കപ്പലല്ല ബോട്ട്. ഗൈസ് ഇതിൻ്റെ അകത്ത് നമ്മൾ അങ്ങോട്ടേക്ക് പോകാൻ നോക്കാം. ഗൈസ് നമ്മളെല്ലാവരും അയ്യോ ഇതും പോയാ. ഗൈസ് കുറേ വാർത്തകളെല്ലാം കാണാനുണ്ട്. കപ്പൽ മരണം അങ്ങനെയാണല്ലോ. ഇതൊന്നും അങ്ങനെ ആവാണ്ട് എന്നാൽ മതിയായിരുന്നു. ടിക്കറ്റ് നോക്കണം. അവിടെ ബാക്ക്ഗ്രൗണ്ട് നല്ല ഇത് കണ്ട ബ്ലർ. അതാ പറയുന്നടാ, ഇത് പോർട്രേറ്റ് വീഡിയോ ആവും. ഗൈസ് ഇതാണ് ടിക്കറ്റ് കേട്ടോ. അയ്യോ കപ്പൽ പോയി തോന്നുന്നുണ്ടോ? ഗൈസ് കപ്പലല്ല കേട്ടോ, ബോട്ട്. ഭാവിയിലടക്കം ഒന്നും പ്രത്യേകിച്ചില്ല. ഓടിക്കുന്നത് ഭയങ്കര കഴിവാണ് കേട്ടോ. ഇതെല്ലാം വെച്ച് കെട്ടിയിട്ടുണ്ട്. ജലദോഷമുണ്ട്. കാണുന്നില്ലല്ലോ. അവരവിടെ ഇരുന്നിട്ടുണ്ട്. ആ ലേഡീസ് മുന്നിൽ. ഇങ്ങനെ പറക്കണം. അങ്ങോട്ട് എടുക്കാറുണ്ട്. ഗൈസ് നല്ല തിരക്കുണ്ട് ഇവിടെ. ഒടുക്കത്തെ തിരക്കിട്ട് ഞാനത് വെച്ചിട്ടില്ല. ഗൈസ് എക്സ്പീരിയൻസ് അടിപൊളി കേട്ടോ. ബോട്ട് എക്സ്പീരിയൻസ് പൊളി. സീന് സാധനം അങ്ങനെ എല്ലാം അടിപൊളിയാണ്. അടിപൊളി കേട്ടോ ബോട്ട് എക്സ്പീരിയൻസ്.
സിനിൻ്റെ ഉള്ളിൽ വേറെ എന്തെല്ലോ പരിപാടി ഉണ്ടെന്ന് തോന്നുന്നു ഗൈസ്. അങ്ങനെ നമുക്ക് നോക്കണം അത്ര. എൻ്റെ മുടിക്കാൻ റെഡിച്ച് തോന്നുന്നു എല്ലാവരും നോക്കുന്നു. എൻട്രൻസ് എവിടെയാട്ടോ? അച്ഛൻ്റെ ഒപ്പം നിന്ന് നടത്തു. ഏൻ നടക്കും, ഏൻ നടക്കും, ചെരുപ്പ് വെച്ച് നോക്കണം പോലും. എന്തൊരു കഷ്ട ഗൈസ്. ഇനി വെയിലത്ത് ചെരുപ്പിടാണ്ട് നടക്കണം. ഇവിടെ വെച്ചേക്കാം. അങ്ങനെ നോക്കണോ? അതാ ഗൈസ്, ഇങ്ങനത്തെ ചെരുപ്പ് ആരും വാങ്ങരുത്. ഇങ്ങനെയാവും. അച്ചാച്ചന്റെ കൂടെ కొంచెం తల్లి കേസ് തണുപ്പ് ജലദോഷമുള്ളതുകൊണ്ട് വെയിലത്ത് നടക്കണം എന്തോ മാതിരി. കേസ് കുഴപ്പമില്ല, നല്ല ക്ലൈമാറ്റ്. വെയിലും ഇതെല്ലാം ചെറിയൊരു ബുദ്ധിമുട്ട്, ബാക്കിയെല്ലാം ഓക്കെ. ഗൈസ് ബ്രിഡ്ജിലേക്ക് കയറി. ഗൈസ് ഗ്ലാസ് ബ്രിഡ്ജാണ് ആദ്യം വിചാരിച്ചത്. അല്ല ഗൈസ്, എനക്കൊന്നും കഴിഞ്ഞില്ലാട്ടാ ജലദോഷം. ഈ വ്ലോഗ് എത്രയൊക്കെ എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല. അടിയിൽ കടല് ഗൈസ്, നമ്മള് കടലിന്റെ മേലോട്ട് നടക്കുകയാണ്. ഗൈസ് എനക്കൊന്നും കഴിയുന്നില്ല കേട്ടാ. സീരിയസ്ലി ഈ വ്ലോഗ് അത്ര ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് അറിയില്ല. ഗൈസ് ഇപ്പം തന്നെ ചിലപ്പോൾ വീഡിയോ വൈകിട്ട് ചെയ്യാൻ സാധ്യത കൂടുതലാണ്. അയ്യോ ഗൈസ്, അടുത്ത ക്ലിപ്പും കൂടി എടുത്തിട്ടാകുമ്പോൾ വീഡിയോ വൈകിട്ട് കഴിയില്ല, എടുക്കാൻ കഴിയുന്നില്ല. ജലദോഷം പിടിച്ചൊരു ബാഗായിട്ട് അവിടെ ഗൈസ്. സ്റ്റെപ്പ് കയറി മേലേക്ക് പോയി. ഗൈസ് ഈ വീഡിയോ എന്തായാലും വൈകുന്നേരം വരെ എനിക്ക് എത്തിക്കാൻ കഴിയില്ല. ഇപ്പം തന്നെ വൈകിട്ട് ചെയ്യും. ഒന്നും കഴിഞ്ഞില്ല. ജലദോഷം വന്നിട്ട് ഒന്നും കഴിയുന്നില്ല. അങ്ങനത്തെ അവസ്ഥയിലുള്ള ഇനിയും മേലെ പോണോ? ഒയ്യോ, ദിവസം അങ്ങനെ മേലെത്തി. സ്റ്റാച്ചുവിൻ്റെ അടുക്ക് എത്തിയിട്ടാ. ഇത് നമ്മൾ നേരത്തെ കണ്ട സ്റ്റാച്ചു. അടിപൊളി സ്ഥലം.
ഇത് തലകറങ്ങുന്ന അമ്മേ ഗായ്സ് ഒടുക്കത്തെ കാറ്റാണ്. സ്റ്റേജിലെടുക്കണം കേട്ടോ. അയ്യോ ഗൈസ് മേലെ നോക്കുമ്പോൾ തലകറങ്ങണം. നമ്മൾ നോക്കാൻ നടുക്കടല്ല ഉള്ളത്. സ്റ്റേജ് മേലെ തലകറങ്ങുന്നുണ്ട്. എന്നാലും നോക്കാം. പ്രതിമേൻ്റെ കാല് ഗായ്സ് അടിപൊളിട്ടാ. രക്ഷ കാല് നോക്കാം. 2 കാല് എവിടുന്ന് ആടെ നിറ്റാ. അമ്മ നിൽക്ക വാ ഗസ്. അമ്മി ഞാനും ഒരു ഫോട്ടോ എടുക്കാം. വാ അമ്മി 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 വാ. ഗസ് ചക്കരെടുത്തിട്ട് ഞാൻ വിട്ടേക്കാം. അങ്ങനെ നമ്മൾ വിവേകാനന്ദ പാറയിൽ വന്നു ഗൈസ്. നേരെ ഇങ്ങോട്ടേക്ക് പോവുകയാണ്. ഞാനിതൊന്നും ഇടയില്ല. അമ്മയ്ക്ക് ഇത് നിർബന്ധം ഒന്നാവും. എന്തായാലും ഒരു ചാടറ ഞാൻ ഇടുന്നില്ല. ഇത് കെട്ടാനുള്ള സംഭവമൊന്നുമില്ല. ഇത് എല്ലാവരും ഇടപെട്ട് ഇത് എന്താക്കാൻ റെഡിയാക്കണം. അതൊക്കെ ജലദോഷം പിടിച്ചിട്ട് ഒന്നും കഴിയുന്നില്ല ഗൈസ്. ഒരു കാര്യം പറയട്ടെ. ഇത് എന്താ പറയുന്നത് അതല്ല ഗൈസ്. ഈ സാധനം നമ്മളിപ്പം കഴുത്തിൽ വെച്ചാലും ബോട്ട് മുങ്ങുമ്പോൾ നമ്മൾ പോകും. ഈ സാധനം മേലെ ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണോ ഇത് വെക്കുന്നത് അല്ലേ? നമുക്ക് എന്താ സേഫ്റ്റി ഉള്ളത് അല്ലേ? അതെ സേഫ്റ്റി ഇല്ല അല്ലേ? അതേണെങ്കിൽ പറ. അതേ സേഫ്റ്റി ഇല്ല. അതാ ഗൈസ്. എനിക്ക് ഇനി വീഡിയോ ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്ത് പുതിയൊരു വ്ളോഗായിട്ട് വരാം. ബൈ.